ഭയങ്കര വിശന്നിരുന്നാണ് ആഹാരം കഴിച്ചു, ഇൻഷാ അല്ലാഹ് വിശപ്പ് മാറി എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ നരേറ്റീവ് ഉണ്ടാക്കാം എന്നല്ലാതെ നിങ്ങളിപ്പോൾ തല കൊണ്ടുവന്ന് തറയിടിക്കുന്നതിനോ അല്ലെങ്കിൽ ശയനപ്രദർശനം നടത്തുന്നതിനോ അല്ലെങ്കിൽ കുരിശ് വരച്ചുകൊണ്ട് പോകുന്നതിനോ മനുഷ്യ ജീവിതത്തിൻ്റെ സന്തോഷവും സ്വാതന്ത്ര്യവും സുഖവും ഇല്ലാതാക്കുന്ന ഒരു ടോർച്ചർ സിസ്റ്റമാണിത്. റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ഫോൾസ് റീസൺസ് ആണ്. ദൈവം ക്രൂരനാണോ, ദൈവം ക്രൂരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് എന്ത് തോന്നും? സോ ഒരേ സംഭവം തന്നെ നമ്മുടെ പൊസിഷൻ, നമ്മൾ എവിടെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ച് നമ്മൾ വിവിധ തരത്തിൽ വിലയിരുത്തും. അല്ലാതെ യഥാർത്ഥത്തിൽ ഭാഗ്യവും നിർഭാഗ്യമൊന്നും ഈ ലോകത്തൊന്നുമില്ല. അത് വ്യക്തിഗത അനുഭവമാണ്, വ്യക്തിക്ക് അങ്ങനെ തോന്നുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അരിസ്റ്റോട്ടിൽ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം, മഴ പെയ്യുന്ന സമയത്ത് കൊച്ചുകുട്ടികൾ കളിക്കാൻ പുറത്തു പോകാൻ ആഗ്രഹിക്കും. അന്നേരം അമ്മ പറയും കളിക്കണ്ട, പോയി കാലൊന്നും ഓടിക്കണ്ട എന്ന് പറയും. പക്ഷേ കുട്ടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിണുങ്ങി നിൽക്കും, അവന് കളിക്കാൻ പോകണം. അമ്മയ്ക്കാണെങ്കിൽ സന്തോഷമാണ്, അവൻ ഇന്ന് പുറത്ത് പോയിട്ട് വസ്ത്രങ്ങൾ അഴുക്കാക്കില്ല, അതോടൊപ്പം തന്നെ പരിക്കൊന്നും വരില്ല. അച്ഛൻ ഒരു കർഷകൻ അവിടെ അവൻ വിത ഇറക്കാനായിട്ട് നിൽക്കുന്നവനാണ്. അവൻ പറയും, ഓഹോ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അച്ഛൻ വേറെ ആളാണെങ്കിൽ അയാളെ കൊയ്തെടുക്കാനായിട്ട് ബാക്കി കിടക്കുകയാണ് ധാന്യങ്ങൾ, കഴിഞ്ഞ ആഴ്ച വണ്ടി വന്നില്ല അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അയാൾ പറയും, ഇതെന്ത് വലിയ ശിക്ഷയാണ്, ഞാൻ ഇത്രയും നാൾ ഇത് പരിപാലിച്ചുകൊണ്ടിരുന്ന ഈ വിള എനിക്കിത് നേരെ കൊയ്തെടുക്കാൻ കഴിയുന്നില്ലല്ലോ, ദൈവം എന്നോട് എന്താണ് ഇത്രയും ക്രൂരനായിട്ട് പെരുമാറുന്നത്. അപ്പോൾ വിത്തിറക്കാനുള്ളവന് ഭയങ്കര സന്തോഷം, വിള കൊയ്യാനുള്ളവന് ഭയങ്കര ദുഃഖം, കുട്ടിക്ക് ഭയങ്കര പ്രതിഷേധം, അമ്മയ്ക്ക് ഒരാശ്വാസം. ഇതെല്ലാം ഈ മഴ കാരണമാണ് സംഭവിക്കുന്നത്. പക്ഷെ മഴ ഇതൊന്നും അറിയുന്നില്ല, മഴ പെയ്യുകയാണ്. നിങ്ങൾ ഈ ഭാഗ്യമൊന്നും നിർഭാഗ്യമൊന്നും നോക്കുക, നിങ്ങളുടെ ഓരോരോ ആംഗിളിൽ നിന്നുകൊണ്ട് നിങ്ങൾ അതിനെ വിലയിരുത്തുകയാണ്. നിങ്ങൾക്കൊരു സിനിമയിൽ ചാൻസ് കിട്ടിയില്ലെങ്കിൽ വേറെ ആൾക്ക് അവിടെ ചാൻസ് കിട്ടുന്നുണ്ട്, അയാളുടെ ഭാഗ്യം നിങ്ങളുടെ നിർഭാഗ്യം. അപ്പൊ ആക്ച്വലി ഇറ്റ് ഈസ് വ്യക്തിഗതമായ അനുഭവങ്ങളാണ് ഇതെല്ലാം. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നിങ്ങൾക്ക് അതിനൊരു കാരണം ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾ കാരണം ഉണ്ടാക്കാൻ വെച്ചാൽ വി നീഡ് ടു ഹാവ് സം റീസൺസ്, ആൻഡ് ഇഫ് യു ഡോണ്ട് ഹാവ് എനി റീസൺ യു വാണ്ട് ടു ക്രിയേറ്റ് എ ഫോൾസ് റീസൺ. റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ഫോൾസ് റീസൺസ് ആണ്. ഒരാളെ അല്ലെങ്കിൽ ഒരു കാര്യം, ഞാൻ ഉദാഹരണമായിട്ട് എന്തുകൊണ്ടാണ് കൊച്ചു കുട്ടികൾക്ക് ക്യാൻസർ വന്നത് എന്ന് പറയുമ്പോൾ അതിന് ഒരു കാരണവശാലും അറിയാൻ കഴിയില്ല. ദൈവം ക്രൂരനാണോ, ദൈവം ക്രൂരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് എന്ത് തോന്നും? അപ്പോൾ നമ്മൾ എന്താ ഒരു തിയറി ഉണ്ടാക്കും, ഇത് ഈ കുട്ടി ഒരു നമ്പറാണ്, ഒരു സിമ്മാണ്, അത് വേറൊരു മൊബൈലിലായിരുന്നു പണ്ട് കിടന്നത്, ആ മൊബൈൽ പോയി, ശരീരം പോയി, അപ്പോൾ ഈ സിം എടുത്ത് ഈ നമ്പർ വന്ന് ഈ കുട്ടിയിൽ വന്നിരിക്കുകയാണ്, ഈ ആത്മാവ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ നമ്പർ ആ മൊബൈലിൽ വെച്ച് വിളിച്ചിട്ടുള്ള ചാറ്റുകളും പിന്നെ കോളുകളും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, വിവാദമായ ചാറ്റുകളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഫലമാണ് ഈ കുട്ടിക്ക് ഇത് വന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയില്ലേ? കാര്യം ഒരു വ്യക്തി അയാളുടെ പഴയ ജന്മത്തിൽ സോക്കോൾഡ് യു ക്രിയേറ്റ് സംതിങ് ലൈക്ക് പഴയ ജന്മം ചെയ്തിട്ടുള്ള അനീതി, കുറ്റകൃത്യങ്ങൾ, പാപങ്ങളുടെ ഒക്കെ ഫലമായിട്ട് ഈ കുട്ടി അനുഭവിക്കുന്നത് റാഷണൽ ആയില്ലേ? ഇറ്റ്സ് എ ഫോൾസ് റീസൺ. അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? അങ്ങനല്ലേ പറയുന്നത്. മുജ്ജന്മ പാപം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതെ, പണ്ട് ചെയ്ത മുമ്പത്തെ ജന്മത്തിൽ ചെയ്ത തെറ്റുകൾ, കുറ്റങ്ങൾ, അനീതികൾ, അക്രമങ്ങൾ, അതിന്റെ ഫലം ഇന്ന് അനുഭവിക്കുന്നു. അടിപൊളിയല്ലേ? ആക്ച്വലി ഇങ്ങനെ ഇതെല്ലാം ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീവിയസ് ജന്മത്തെ കുറിച്ച് യാതൊരു ധാരണയില്ല. നിങ്ങൾക്ക് ഒരെണ്ണം ഉണ്ടെന്നിരിക്കട്ടെ, പാമ്പായിട്ടോ പുഴുവായിട്ടോ മനുഷ്യനായിട്ടോ ഉണ്ടെന്നിരിക്കട്ടെ, യു ഹാവ് നോ റീസൺ. നിങ്ങൾക്ക് ഓർക്കാനും ഇല്ല, ഒന്നുമില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സമം ഗുണമാണ്. ഇനി നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താകും എന്നുള്ളത് നിങ്ങളെ അലട്ടുന്നില്ല, ഒരു രീതിയിലും അലട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കി വെച്ചാൽ നല്ലതല്ലേ? ഇപ്പൊ എന്തിനാണ് മതം അനുസരിച്ച് ജീവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മതം ഒരു ഈ LIC ആണ്. അത് എടുക്കുന്ന ആൾക്ക് ഒന്നും കിട്ടില്ല, കിട്ടും മരണത്തിന് ശേഷം സമ്മാനം തരാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പദ്ധതിയിൽ നിങ്ങൾ ചേരുമോ? ഞാൻ പറയോ, ആമിന എനിക്കൊരു 1 കോടി രൂപ തരണം, ഞാനൊരു 30 കോടി രൂപയായിട്ട് മരണത്തിന് ശേഷം എത്തിക്കാം എന്ന് പറയാം. നമ്മളെന്താ പറയുക, 30 കോടിയായിട്ട് എത്തിക്കാന്ന് പറയുന്നത് ഓക്കെയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഉപയോഗിച്ച മരണത്തിന് ശേഷം എന്ന് പറയുമ്പോൾ മരിച്ചു കഴിഞ്ഞുള്ള സമ്മാനം എന്ന് പറയുന്നത് ഒരു വലിയ തട്ടിപ്പാണ്. അത് പക്ഷെ അതൊരു ജനകീയമായ തട്ടിപ്പാണ്, അതൊരു പവിത്രമായ തട്ടിപ്പ് കൂടിയാണ്, പരിപാവനമായ തട്ടിപ്പ് കൂടിയാണ്. എല്ലാ മതങ്ങളും മരണശേഷമാണ് നിങ്ങൾക്ക് സമ്മാനം തരുന്നത്. നിങ്ങളിപ്പോൾ തല കൊണ്ടുവന്ന് തറയിടിക്കുന്നതിനോ അല്ലെങ്കിൽ ശയനപ്രദർശനം നടത്തുന്നതിനോ അല്ലെങ്കിൽ കുരിശ് വരച്ചുകൊണ്ട് പോകുന്നതിനോ ഒക്കെ എവിടെയാ സമ്മാനം? ഇവിടെ എന്തായാലും സമ്മാനമൊന്നുമില്ല. അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമ്മാനങ്ങളേ ഉള്ളൂ. വെള്ളം കുടിച്ചിട്ട് ദാഹം മാറുമ്പോൾ ആഹാ ദൈവത്തിൻ്റെ കൃപ, ദാഹം മാറി. ആഹാരം കഴിച്ചിട്ട് വിശപ്പ് മാറുമ്പോൾ ഭയങ്കര വിശന്നിരുന്നാണ് ആഹാരം കഴിച്ചു, ഇൻഷാ അല്ലാഹ്
വിശപ്പ് മാറി എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ നരേറ്റീവ് ഉണ്ടാക്കാം എന്നല്ലാതെ ആക്ച്വലി ഇവിടെ സമ്മാനമൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും ഇതിൽ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കൊക്കെ ഉള്ള അതേ അനുഭവങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക്. നമ്മൾ രണ്ടുകൂടെ ഇപ്പോൾ താഴ്ത്തി ആടിക്കഴിഞ്ഞാൽ രണ്ടുപേരും തറയെ കിടക്കും. നമ്മുടെ കൂടെ ദൈവം കൂടെ ചാടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് സംഭവിക്കുക. പുള്ളി അവിടെ ഉണ്ടാവും. അപ്പോൾ ദർ ഇസ് നോ ഡിഫറൻസ്. പക്ഷെ എന്താ സംഭവിക്കുക വെച്ചാൽ ഇവർ മരണത്തിന് ശേഷമാണ് പറയുന്നത്. മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ മുടി പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ മരണശേഷം നിങ്ങളെ സൾഫൂരിക് ആസിഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടും. നിങ്ങളുടെ തൊലി പോകുമ്പോൾ വീണ്ടും മുക്കും, വീണ്ടും എന്ന് പറയുമ്പോൾ അയ്യോ മുടി പുറത്ത് കാണാൻ പാടില്ല. ഇത്തരത്തിലുള്ള വളരെ വ്യാജമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ വഴി മനുഷ്യ ജീവിതത്തിൻ്റെ സന്തോഷവും സ്വാതന്ത്ര്യവും സുഖവും ഇല്ലാതാക്കുന്ന ഒരു ടോർച്ചർ സിസ്റ്റമാണിത്. അപ്പം ഇതിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്.